ചൈനയുടെ സാമ്പത്തിക വളർച്ച മന്ദീഭവിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ ചൈനയുടെ സമ്പദ് വ്യവസ്ഥ ഏറ്റവും കുറഞ്ഞ വാർഷിക നിരക്കായ 4.8% വളർന്നു. ഇതൊരു വർഷത്തിലെ ഏറ്റവും താഴ്ന്ന വേഗതയാണ്. അമേരിക്കയുമായുള്ള വ്യാപാര സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതും ആഭ്യന്തര ആവശ്യകത ദുർബലമാകുന്നതും ഇതിൽ പ്രധാന പങ്കുവഹിച്ചു. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 2025 ജൂലൈ സെപ്റ്റംബർ ഡാറ്റ ഒരു വർഷത്തിലെ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്ക് കാണിക്കുന്നു. US പ്രസിഡന്റ് ട്രംപിൻ്റെ ഉപരോധങ്ങൾക്കിടയിലും ജനുവരി സെപ്റ്റംബർ മാസങ്ങളിൽ അവസാനിച്ച വർഷത്തിൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ 5.2% വളർച്ച കൈവരിച്ചിരുന്നു. കമ്പനികൾ US-ന് പകരം ലോകമെമ്പാടുമുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് വിൽപ്പന മാറ്റിയതിൽ നിലവിലെ കയറ്റുമതി താരതമ്യേന ശക്തമാണ്. ബീജിംഗിനും വാഷിംഗ്ടണും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കെ ഈ മാസം അവസാനം നടക്കാനിരുന്ന ഒരു പ്രാദേശിക ഉച്ചകോടിയിൽ ട്രംപും പിങ്ങും കൂടിക്കാഴ്ച നടത്തുമോ എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഷിയും ഭരണകക്ഷിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളും തിങ്കളാഴ്ച ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ യോഗം ചേരും. അടുത്ത 5 വർഷത്തേക്കുള്ള രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക നയ ലക്ഷ്യങ്ങളും നടപ്പാക്കലും അവർ വിശദീകരിക്കും എന്നും അറിയാൻ സാധിക്കുന്നു. ഉപഭോക്താക്കളെയും ഡിമാൻഡിനെയും ബാധിച്ച വ്യാവസായിക മാന്ദ്യം ഉൾപ്പെട്ടിരുന്ന വെല്ലുവിളികളും ചൈന നേരിടുന്നു. റേറ്റിംഗ് ഏജൻസിയായിട്ടുള്ള S&P രാജ്യവ്യാപകമായി പുതിയ വീടുകളുടെ വിൽപ്പന 2025 8% നിന്ന് 2026 6 മുതൽ 7% കുറയും എന്നും കണക്കാക്കുന്നുണ്ട്. സർക്കാരിൻ്റെ ഔദ്യോഗിക വളർച്ചാ ലക്ഷ്യമായിട്ടുള്ള 5% താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വർഷം ചൈനയുടെ സമ്പദ് വ്യവസ്ഥ 4.8% വളർച്ച കൈവരിക്കുമെന്ന് ലോകബാങ്ക് പ്രതീക്ഷിക്കുന്നു. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില തടസ്സങ്ങളോടെ ചൈനയുടെ സമ്പദ് വ്യവസ്ഥ ശക്തമായ വളർച്ച നിലനിർത്താൻ കഴിയുമെന്ന് ING വൈശ്യയ് ബാങ്കിലെ ഗ്രേറ്റർ ചൈനീസ് ചീഫ് എക്കണോമിസ്റ്റ് ലിൻ സോങ്ങും അഭിപ്രായപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.